അമ്നോ അമ്നോ ബാത്റൂമൊക്കെ പോകാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന കളി. ഞാൻ നോക്കിയില്ല ആഫ്രിക്കൻ ബോൺ ഫൈറ്റർ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷിവൂസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. വേറൊന്നുമല്ല, അൽഹംദുലില്ലാ നാട്ടിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ റിയാദിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ ഇതുവരെ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നാട്ടിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് ഒരു ട്രിപ്പ് പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് പ്രത്യേകം പറയാൻ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ. കാരണം റെൻകാക്ക റിയാദിലാവുമ്പോൾ റെൻകാക്കാൻ്റെ അനിയന് എൻ്റെ ഇളച്ചന് ഒന്നെങ്കിൽ നാട്ടിലായിരിക്കും, അല്ലെങ്കിൽ അവന് സൗദിയിലാവുമ്പോൾ റെൻകാക്ക നാട്ടിലായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഇളച്ചന് പഠിക്കുകയാണ് കുറച്ച് ദൂരം, അല്ലെങ്കിൽ അവന് അവിടെ ആയിരിക്കും. അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗത്തായതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടിപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ ഉമ്മാൻ്റെ എല്ലാ മക്കളും മരുമക്കളും എല്ലാവരും ഒരുമിച്ചുള്ള ഒന്നായതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോയിട്ടുള്ള ഒരു ട്രിപ്പും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കൊക്കെ മനസ്സിലാവും, റെൻകാക്ക പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ 1 വീക്ക് ലീവുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പോകാനായിട്ട് ഒരു 1 വീക്ക് ഉള്ളതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോകണമെന്നോ അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. കുറേ ലോങ് ഒക്കെ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അടുത്ത് തന്നെ ഞങ്ങൾ ഒരു വയനാട് 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ റെൻകാക്കയും അനിയനും കൂടി ഇപ്പോൾ ഒരുമിച്ച് നിന്നിട്ടും കണ്ടിട്ടൊക്കെ ഇപ്പോൾ ഏകദേശം ഞാൻ അമ്നുവിനെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്താണ് രണ്ടാളും ഒന്ന് ഒരുമിച്ച് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അന്ന് ടൂറും കാര്യങ്ങളൊന്നും ഒരുമിച്ച് ആരും ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഒരുപാട് നാളായിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഒന്ന് ടൂറൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പ്രത്യേകം പറയുന്നത്. പിന്നെ എല്ലാവരും ഒരുമിച്ച് ഉള്ളത് കൊണ്ട് തന്നെ നല്ല രസം തന്നെയായിരുന്നു. എല്ലാവരും ഒരുമിച്ചുള്ള യാത്രയും അതുപോലെ ഞങ്ങൾ വയനാട് 1 ഡേ ട്രിപ്പിനാണ് പോകുന്നത്. വയനാട് ഒരു റിസോർട്ടിൽ നിന്നിട്ട് തിരിച്ച് ഒരു ഈവനിങ്ങിൽ തിരിച്ച് പോരാ എന്ന ഇതിലാണ് കേട്ടോ പോകുന്നത്.
തരൂലോലോ തരുമോ ഇങ്ങനത്തെ പാട്ടേക്കാ. പോയി வாட்டர் கேன் இருக்குப்பா, வாட்டர் கேன் எடுத்துருங்க. റോഡിന്റെ നടക്കും നമ്മൾ ഞങ്ങൾ രാവിലെ മോർണിംഗിൽ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞൊന്ന് ഇറങ്ങിയപ്പോഴേക്കും 8 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് ലഘു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ ആയിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നടന്നപ്പോഴാണ് ചിക്കുവിന് പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സാധനം കിട്ടിയത്. നല്ല ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും അതുപോലെ പൈനാപ്പിൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉപ്പിലിട്ടത് ഇവിടെ ഇങ്ങനെ സൈഡ് ഭാഗത്തായിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് ഞങ്ങൾ വാങ്ങിയിട്ട് ഇനിയിപ്പോൾ വിശന്നിട്ടാണെങ്കിലും എന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. എല്ലാവരും അതങ്ങനെ കഴിക്കുകയാണ്. മാങ്ങ മാത്രം. അപ്പോൾ പൈനാപ്പിൾ ഇല്ലേ? വെച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒന്ന് കഴിച്ച് ആസ്വദിച്ച് അങ്ങനെ പോയി. പക്ഷേ ഉപ്പാക്ക് ഒരു ചായ എന്തായാലും കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ഹോട്ടൽ തപ്പി നടന്ന് ഒരു ഹോട്ടൽ കിട്ടിയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഹോട്ടലിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാനും ഉമ്മയും
ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും കാറിൽ തന്നെ ഇരുന്നു. ബാക്കിയുള്ളവരൊക്കെ കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഞാൻ പൊറാട്ടി മുട്ടക്കറിയല്ല 3 ദോശ. അങ്ങനെ അവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങനെ വന്ന് കുഞ്ഞുട്ടി ആദ്യം തന്നെ റെൻകാകാനെ കളിയാക്കിയിട്ട് കഴിച്ചതിനെ പറ്റി അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വന്നിക്കാണ് കേട്ടോ. അപ്പോൾ അവന് ഇതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടും ഇതാക്കിയിട്ടൊക്കെ അങ്ങനെ ട്രിപ്പ് നല്ല അടിപൊളിയാക്കും കേട്ടോ. അവനുണ്ടെങ്കിൽ ട്രിപ്പിൽ ഒരു ബോറടിയോ ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെ. നോക്ക് താഴത്ത് മീന് കുടിച്ചാണ് വെള്ളം തരുമോ? ബാത്റൂമൊക്കെ പോകാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റിസോർട്ട് കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം മുതലാണ് ഞങ്ങളുടെ ടൈം റിസോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെയാണ്. അങ്ങനെ 1 ഡേ ആണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം അത് കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാനൊന്നും പറ്റില്ല. അവിടെ അവരെ ഫുഡ് ഓർഡർ ചെയ്താൽ അവർ ഫുഡൊക്കെ എത്തിച്ചു തരും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കഴിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ കയറിയത്. അങ്ങനെ
ഞങ്ങൾ എല്ലാവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. റെൻകാക്ക സാധാ നമ്മുടെ നാടൻ സദ്യയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ റെൻകാക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യക്ക്. ഒരുപാട് വിഭവങ്ങൾ അങ്ങനെ ഉള്ള സദ്യ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എവിടെ ചെന്നാലും നല്ല സദ്യ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അതുണ്ടെങ്കിൽ അതുതന്നെയാണ് ഓർഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉള്ള സദ്യയാണെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ്. കൂടുതലും കറികളും ഒക്കെ ആയിരുന്നു റെൻകാക്ക്. കൂടുതലും തോരന് അങ്ങനെ പല പല ഉപ്പേരികളൊക്കെ ഉണ്ടെങ്കിലാണ് ഏറ്റവും ഇഷ്ടം. എങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്രയായി. മൂർഖന് ഇത് ചേരാണ് മരിച്ചില്ല. ചെന്ന് ഒന്ന് കടിച്ചു നോക്കിപ്പിച്ചോ, ടെസ്റ്റ് ചെയ്തോ. അങ്ങനെ നമ്മുടെ റിസോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ള റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്ന ട്രിപ്പ് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല മോഡേൺ ആയിട്ടുള്ള റിസോർട്ടും കാര്യങ്ങളൊന്നുമല്ല, ഒരുപാട് ഉള്ളിലാണ്. അത്യാവശ്യം ഫോറസ്റ്റിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ റിസോർട്ട് ഉള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് നമ്മുടെ പഴയ രീതിയിലുള്ള ഓടൊക്കെ ഇട്ടിട്ടുള്ള ഒരു റിസോർട്ടൊക്കെയാണ്. പഴയ കാലത്തെ ഓരോ എന്തൊക്കെയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനത്തെ ഓരോ രീതിയിലുള്ള അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്.
അങ്ങനെ റിസോർട്ടിലെത്തി റൂമൊക്കെ കാണിച്ചു തന്ന് ഞങ്ങളെ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ ലഗേജ് തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ മക്കളും നമ്മുടെ പെണ്ണുങ്ങൾ കുറച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരുപാട് ലഗേജും വേണ്ടാത്തതും വേണ്ടതും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ലഗേജ് എടുത്തിട്ടുണ്ട്, മക്കളൊക്കെ ഉള്ളതല്ലേ. ഇനി റിസോർട്ടിന് മൊത്തത്തിൽ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഈ ഒരു വീഡിയോ ഒരുപാട് ലോങ് ആയി പോകട്ടോ. അപ്പോൾ ഞാനിത് ഒരു പാർട്ട് 2 അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടൊക്കെ ഇടുമ്പോൾ നിങ്ങളെ ഇതിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം സെക്കൻഡ് പാർട്ടായി വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.